മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA-ക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസെടുത്ത് ദിവസം 4 അയാളെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒളിച്ചു നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതോ പോലീസ് മനഃപൂർവ്വം പിടിക്കാത്തതോ? ഒളിച്ചു നടക്കട്ടെ, ഇതുതന്നെ നിൽക്കട്ടെ തലക്കെട്ടിൽ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പിടിയിലായിട്ടില്ല. രാഹുലിന്റെ വെട്ടുകിളിക്കൂട്ടമാകട്ടെ മറ്റൊരു വിഷയവും ചർച്ച ചെയ്യപ്പെടരുത് എന്ന മട്ടിൽ കേരളത്തിലാകമാനം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എല്ലാത്തരം സർക്കാർ വിരുദ്ധ സംഗതികളെയും മറച്ചുവെക്കാൻ ഉണ്ടാക്കിയ പ്ലോട്ട് എന്നാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സർവ്വസംഗതികളെയും മറച്ചിടാനുള്ള ആസൂത്രിത വേലയുടെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതിയും അതിനെ ചൊല്ലിയുള്ള കേസുമെന്നാണ്. എങ്കിൽ ആ വിഷയം അങ്ങ് വിട്ടുകളഞ്ഞാൽ പോരെ? പറ്റുന്നില്ല. കോൺഗ്രസിന്റെ സൈബർ പട ഒന്നാകെ ഇറങ്ങിയിരിക്കുന്നു. സ്ത്രീ പീഡനാരോപണത്തിന്റെ പേരിൽ കേസെടുക്കപ്പെട്ട ഒരാളെ സംരക്ഷിച്ചു പിടിക്കാൻ. മറ്റൊരു വിഷയവും ഏറ്റെടുക്കാൻ അവരും തയ്യാറാവുന്നില്ല. ഒരു നിയന്ത്രണവുമില്ലാതെ, കോൺഗ്രസിന് ഒരു നിയന്ത്രണവുമില്ലാതെ വെട്ടുകിളിക്കൂട്ടം ആഞ്ഞാർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്ക് ആ സസ്പെൻഷൻ വൃത്തിക്ക് നടപ്പിലാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ 2ാം നിര നേതാക്കൾ, 3ാം നിര നേതാക്കൾ, താഴെത്തട്ടിലെ പ്രവർത്തകർ ഇവരെല്ലാം കൂടി കൊണ്ടാനയിക്കുന്നത് കണ്ടു പാലക്കാട്. സംസ്ഥാന നേതൃത്വത്തിലെ തന്നെ ഒരു പ്രധാനിയുടെ ആശീർവാദത്തോടു കൂടി. അതിനൊടുക്കം ഇങ്ങനെ ഒരു പണി കിട്ടുമ്പോൾ അതിൽ നൂരാൻ പോലും കഴിയാതെ ഗതികെട്ടാവസ്ഥയിൽ കിടക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അശ്ലീല വേളകളെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ എന്ന സംവാദകനും ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നു. 14 ദിവസത്തെ റിമാൻഡ് കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു അതിക്രിയ ചെയ്തതിന്. ഏത് അതിക്രിയ? ഇരയുടെ പേരും വിശദാംശങ്ങളുമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും വിധമുള്ള ഇടപെടൽ നടത്തുക, അവർക്ക് നേരെ സൈബർ അറ്റാക്കിനുള്ള നിർദ്ദേശം കൊടുക്കുക വ്യംഗ്യമായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വറും അകത്ത് പോയിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെ സംബന്ധിച്ച് ഒഴിയാബാധയായി പോയോ രാഹുൽ? എങ്കിൽ അവർക്ക് അത് മുന്നേ കാണാൻ കഴിഞ്ഞില്ലേ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ആദ്യം ശ്രീയൻ ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീയൻ ശ്രീകുമാർ, സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ ഇത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസാണ് എന്ന്. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരെ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ സൈബർ ടീമിനും? പക്ഷെ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴും ഈ വഷളനെ ചേർത്ത് പിടിക്കാനും രക്ഷിക്കാനുമുള്ള അഹോരാത്ര പ്രയത്നത്തിലല്ലേ നിങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സൈബർ പട? അതിന് CPM എന്ത് പിഴച്ചു? നോക്കൂ ഷാദേ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഇത് ആരെയും ചേർത്ത് പിടിക്കുന്നില്ല. പക്ഷേ ആരോപണം ഉന്നയിക്കാൻ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരനല്ല ഞാൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തിടത്തോളം കാലം, ഞാനിപ്പോഴും കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ പറയുന്നതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ്സിലില്ലാത്ത ഒരാളെക്കുറിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം നൽകാനും പറ്റില്ല. കാരണം കോൺഗ്രസ്സിലില്ലാത്ത ഒരാളെക്കുറിച്ച് എന്തിനാണ് ഉത്തരം പറയുന്നത്? കോൺഗ്രസ്സിലില്ലാത്ത ഒരാളെ കോൺഗ്രസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ അനിശ്ചിതകാല സസ്പെൻഷൻ കൊടുത്ത ഒരാൾക്ക്, കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് കത്ത് കൊടുത്ത ഒരു നിയമസഭാ കക്ഷി നേതാവിനെന്ന് ഇതിനോട് ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു, ഒളിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇവരെ വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് ചില നിലപാടുകൾ പുറത്തു വരികയാണ്. ആരുടെ നിലപാടുകളാണ്? കോൺഗ്രസിൻ്റെ നിലപാടും CPM-ൻ്റെ നിലപാടും. ഈ 2 നിലപാട് മാത്രം ഞാൻ പറയാൻ കാരണം മുഖ്യ കക്ഷികൾ ഈ 2 പാർട്ടികൾ മാത്രമായതുകൊണ്ടാണ്. BJP-യുടെ നിലപാടുകളെക്കുറിച്ച് പറയാത്തത് അവർ പ്രതിപക്ഷത്ത് നിൽക്കുകയോ ഭരണപക്ഷത്ത് ഉള്ളവരോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. മറിച്ച് CPM-ൻ്റെ നിലപാടുകൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇങ്ങനെ സ്ഫോടനാത്മകമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയകാല കാര്യങ്ങൾ അങ്ങനെ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടാണ് അവർ കൂടുതലായിട്ട് CPM. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതേ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ മുൻകാലങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നല്ല രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഒരു അക്കാഡമിക് രാഷ്ട്രീയമാണത്. CPM മുൻകാലങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെടുത്ത നിലപാടുകൾ എന്താണ്? പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരെടുക്കുന്ന നിലപാട് എന്താണ്? ഇത് തമ്മിലുള്ള താരതമ്യം വരുമ്പോൾ ഒരു നമുക്ക് എടുക്കാം. ശ്രീകുമാർ, ഇപ്പൊ എല്ലാവരെയും ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോൾ CPM പുറത്താക്കിയിട്ടില്ല. പക്ഷെ പുറത്താക്കിയ സന്ദർഭമുണ്ട്. CPM ആളുകളെ പുറത്താക്കിയപ്പോൾ അത് പുറത്താക്കിയതായിരുന്നു.
അവരെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല, ഒരാളും കൊണ്ടു നടന്നിട്ടുമില്ല. ഇവിടെ നിങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്നു യുവാവിനെ. ആ യുവാവിനെ പക്ഷേ കെട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു മുഴുവൻ കോൺഗ്രസ്സുകാരും പാലക്കാട് ജില്ലയിൽ. അതിൽ തന്നെ സംസ്ഥാന നേതൃത്വം തന്നെ ആശീർവാദം ഉണ്ടായിരുന്നു അവിടെ ചില ആളുകളുടെ. അയാൾക്ക് കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോകാം, കോൺഗ്രസിൻ്റെ സ്ക്വാഡിൻ്റെ കൂടെ പോകാം, കോൺഗ്രസ് ഓഫീസിൽ കയറാം, അവിടെ സ്ഥാനാർത്ഥികളെ അഭിനന്ദിക്കാം, അവർക്ക് ഷാൾ അണിയിക്കാം. സകല കോൺഗ്രസ് പരിപാടികളുടെയും ഭാഗമായിരുന്നു അയാൾ. അപ്പോൾ സസ്പെൻഷൻ എന്നൊരു കാര്യം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുക, എന്നിട്ട് അയാളെ തന്ത്രപരമായി ഒളിച്ചു കടത്തുക, അതിന് സംസ്ഥാന നേതാക്കളിൽ തന്നെ ചില ആളുകളുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്ന് ജനത്തിനറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ സസ്പെൻഷൻ നടപ്പിലാക്കി എന്ന വർത്താനം പറയരുത് ശ്രീ എൻ ശ്രീകുമാർ. CPM സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അത് സസ്പെൻഷൻ ആയിരുന്നു. ഇവിടെ കോൺഗ്രസ് സസ്പെൻഷൻ ഒരു വാചകം പറഞ്ഞ് ആളെ പറ്റിക്കാൻ നോക്കി, എന്നിട്ട് യുവാവിനെ തന്ത്രപരമായി കടത്താൻ നോക്കി. അവിടെ നെറുകും തലയ്ക്ക് നല്ല അടി കിട്ടി. അതല്ലേ യാഥാർത്ഥ്യം? നോക്കൂ റാഷിദേ, ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അതിൽ ശരിയുണ്ടെന്ന് സമൂഹം ചിന്തിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് കോൺഗ്രസ്സിൽ ഈ കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ടെന്നുള്ളത് ശരിയാണല്ലോ. കാരണം എന്താ വെച്ചാൽ പ്രവർത്തകരുടെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല, പ്രവർത്തകർക്കിടയിൽ വന്നിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ CPMൻ്റെ ചില പ്രകോപനപരമായ പ്രസ്താവനകളാണ്. അതിന് ഒരുപാട് ചരിത്രമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ സമയത്ത് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചതിന് ശേഷം കോൺഗ്രസ്സിലെ അക്കാലത്തുണ്ടായിരുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പിനെ, ഒരു യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിനെ, ഗ്രൂപ്പ് എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിനെ അതുപോലെ അപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ ഒരു നേതൃത്വത്തെ, ഈ രണ്ട് യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം മലബാർ മേഖലയിൽ CPMന് നിസ്സാരമായ പരിക്കല്ല ഉണ്ടാക്കിയത്. അത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം വന്നിട്ടുണ്ട്. അതുപോലെ നേരിട്ടുള്ള ആക്രമണം, ഷാഫിയെ തടയുന്നു, ഷാഫിയെക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലുള്ള താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കുള്ള അരിശം ഇപ്പോഴും നിലനിൽക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്ര വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ അതൊന്നും പെട്ടെന്ന് കെടുത്താനൊന്നും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല. എന്തിന് തെരഞ്ഞെടുപ്പ് കാലം അല്ലാത്ത സമയത്ത് തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിൽ അവരെ യാത്ര അയക്കാനും അവർക്ക് സ്വീകരണം കൊടുക്കാനും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാനും ഒക്കെ CPMൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പോയില്ലേ? അത് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഇല്ല. എന്താ കാരണം? അത് ഒരു ഘട്ടത്തിൽ ചില പ്രവർത്തകരുടെ വികാരങ്ങളുണ്ട്. പാലക്കാട് താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. രാഹുൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി വോട്ട് പിടിച്ചു. അപ്പോൾ അവിടുത്തെ വാർത്താലേഖകർ രാഹുലിനോട് ചോദിച്ചു, താങ്കൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട പുറത്താക്കപ്പെട്ട ഒരാളാണെന്ന് കോൺഗ്രസ് പറയുന്നു, പക്ഷേ താങ്കൾ എന്തിനാണ് ഇവിടെ നിന്ന് വോട്ട് പിടിക്കുന്നത്? അദ്ദേഹം ഒരു ന്യായീകരണം പറഞ്ഞു. എന്താ ന്യായീകരണം എന്നറിയാം? അത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകുമാർ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മറ്റു സുഹൃത്തുക്കളെ പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താലേഖകരോട് പറഞ്ഞ ന്യായീകരണം, അവരെനിക്ക് വോട്ട് പിടിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് വോട്ട് പിടിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസിൻ്റെ വേദിയിൽ പങ്കെടുപ്പിക്കരുത്, UDFൻ്റെ വേദിയിൽ പങ്കെടുപ്പിക്കരുത്. MLA നിലയ്ക്ക് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം MLA എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിന്റെ മുഖ്യാതിഥി അദ്ദേഹമാണ്. ഓരോ സ്ഥാനാർത്ഥിയുടെയും പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അവരെ ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നത് ഈ മാന്യനാണ്, കണ്ടതല്ലേ? എന്നിട്ട് അതിൻ്റെ പേരിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റിനോട് ചോദ്യം ഈ സംസ്ഥാന നേതൃത്വം ചോദിച്ചോ? ഒരു നടപടി എടുത്തോ? പാർട്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരാളെ ആഫീസിൽ കയറ്റി ആദരിക്കുന്ന പരിപാടി എന്തിനാണെന്ന് ചോദിച്ചോ? ഇല്ല. അപ്പം നിങ്ങൾ നോക്കൂ, ഇനി CPM ആണിത് ഇപ്പോൾ ഈ പരാതി ആസൂത്രണം ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ശ്രീ ശ്രീകുമാർ, CPM തക്കം പാർത്തിരിക്കുകയില്ലായിരുന്നോ? സസ്പെൻഡ് ചെയ്താലും ഈ മാന്യനെ വളഞ്ഞ വഴിയിലൂടെ കോൺഗ്രസ് കയറ്റിക്കൊണ്ട് വരുമ്പം അടിക്കാം എന്നവർ വിചാരിച്ചിരുന്നു. അപ്പം നിങ്ങളും വിചാരിച്ചു ഇങ്ങനെ കൊണ്ടുപോകാം, നൈസായിട്ടങ്ങ് പൊക്കോളൂ എന്ന്. CPM വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കാതെ വന്ന് കയറി കൊടുത്തു. അതല്ലേ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. നോക്കൂ, CPMന് നിലപാടെടുത്തോട്ടെ, അത് രാഷ്ട്രീയമല്ലേ. നമ്മൾ എന്തിനാ അതിലൊക്കെ? അത് CPM ചെയ്യട്ടെ, അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. കോൺഗ്രസും ചെയ്തിട്ടുണ്ടല്ലോ. CPMൽ നിന്നും ഇങ്ങനത്തെ പീഡനാരോപണങ്ങളിൽ പെട്ട് പുറത്തായവരെ പിന്നീട് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ച കാര്യം ഇപ്പോഴും കോൺഗ്രസ് പറയുന്നില്ലേ? അത് കോൺഗ്രസ് പറയുന്നുണ്ട്, അതുപോലെ CPMനും പറയാം. അതല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അവസാനിപ്പിച്ചോട്ടെ. അതായത് അവിടെ ഇങ്ങനെ പ്രാദേശിക തലത്തിലെ നേതാക്കളെ വാർഡുകളിലെ മറ്റേ ചില മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലോ വാർഡ് ഓഫീസുകളിലോ ഒക്കെ അദ്ദേഹം കയറിയിട്ടുണ്ടാവും. ഇല്ലെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല, കയറിയിട്ടുണ്ടാകും. പക്ഷേ DCC ഓഫീസിലോ KPCCയുടെ പരിപാടിയിലോ അദ്ദേഹം ഉണ്ടായിട്ടില്ല. മറ്റുള്ള പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷാഫി പറമ്പിലിനടുത്ത് അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആരോപണം നിങ്ങൾ കേട്ടല്ലോ, ഒരു വലിയ അശ്ലീല ആരോപണം ഉന്നയിച്ചില്ലേ? ആ സമയത്ത് പ്രകോപിതരാകും കോൺഗ്രസ് പ്രവർത്തകർ. എന്താ സംശയം? പ്രകോപിതരാകും.
അങ്ങനെ പ്രകോപിതരാകുമ്പോൾ അത് വെച്ചുകൊണ്ട് ഇതാ കണ്ടില്ലേ കോൺഗ്രസ് സംരക്ഷിക്കുന്നെന്ന് പറയരുത്. രണ്ടാണ്. കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തത് പത്രസമ്മേളനം നടത്തി KPCC പ്രസിഡന്റ് പറഞ്ഞതാണ്. നിയമസഭാ കക്ഷിയിൽ നിന്നും പുറത്താക്കിയ വിവരം സ്പീക്കർക്ക് രേഖാമൂലം കൊടുത്തതാണ്. അതോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ഇന്നും കോൺഗ്രസ്സാണ് എന്ന് പറഞ്ഞാൽ അതിന് കോൺഗ്രസ്സിലൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇല്ല. പിന്നെ ചില അഭിപ്രായങ്ങൾ വരും, കാരണം ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ വരും. ഒരുപാട് വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നിസ്സാര കാര്യമാണോ? അതല്ല. പക്ഷേ അപ്പുറത്ത് നോക്കൂ, CPM ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ അവരെന്താ പറയുക? ഐകകണ്ഠ്യേന ഞങ്ങളെടുത്ത തീരുമാനം എന്നാ പറയുക. ശരിയാണ്, അവർക്കത് ഐകകണ്ഠ്യേന എടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ വിഷയങ്ങൾ. മുമ്പ് VB ചെറിയാൻ പറഞ്ഞ CITU നേതാവ് പരേതനായ VB ചെറിയാൻ പറഞ്ഞ കഥയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളിൽ അവരെടുക്കുന്ന നിലപാട്, പിന്നീട് അവർ പുറത്താക്കിയെന്ന് ഇപ്പോൾ നിഷാദ് പറഞ്ഞവരെ തിരിച്ചെടുത്തിട്ട് കൊടുക്കുന്ന പദവികൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ CPMൻ്റെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. പഴയകാല നിലപാടും പുതിയകാല നിലപാടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ CPM പ്രവർത്തകർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് CPMൻ്റെ പ്രമുഖരായ വക്താക്കളും പ്രവർത്തകരും റബലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ ഒരാളെ പൂർണ്ണ സ്വഭാവത്തിൽ സസ്പെൻഷനിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, CPM എല്ലാവരെയും സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സസ്പെൻഡ് ചെയ്ത കാലത്ത് സസ്പെൻഷൻ എന്ന വാക്കിന് ആ പാർട്ടിയിൽ അർത്ഥമുണ്ടായിരുന്നു. ഡിസ്മിസൽ എന്ന് പറഞ്ഞപ്പോൾ ഡിസ്മിസൽ എന്ന വാക്കിന് ആ പാർട്ടിയിൽ അർത്ഥമുണ്ടായിരുന്നു. ഏതു നേതാവായിരുന്ന കാലത്തും, ഏതു നേതാവിനെയും. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളെ മാറ്റി നിർത്തിയതായിരുന്നു. അദ്ദേഹത്തിന് ഒരു വേദി ഉണ്ടായിരുന്നില്ല. ശരി, അദ്ദേഹം മടങ്ങി വന്നവരുണ്ട്, മടങ്ങി വരാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളൊരു സസ്പെൻഷൻ്റെ പേര് പറഞ്ഞ ആളെ പറ്റിക്കാൻ നോക്കിയിട്ട് തന്ത്രപരമായി അയാളെ എല്ലാ മുഖ്യസ്ഥാനത്തും പ്രതിഷ്ഠിക്കാൻ ശ്രമം നടത്തി. പാലക്കാട് വഴി അയാൾ തിരിച്ചു വരുന്നതിന് പാലക്കാട് ഈ ഗ്രൂപ്പ് യോഗം ചേർന്ന് പ്രധാന നേതാവ് തന്നെ തീരുമാനമെടുത്തു എന്നത് കേരളത്തിന് അറിയാവുന്ന കാര്യമല്ലേ? രണ്ടാമത്തേത്, ഈ കൂത്ത് കാണിക്കുന്ന സൈബർ പട അവരൊരു രക്ഷിതാവില്ലാത്ത സംഘമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായും അതിന് പിന്നിൽ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ശക്തനാണെന്ന്, ഞങ്ങൾ ശക്തരാണെന്ന് നേതൃത്വത്തെ ബോധിപ്പിക്കാൻ, ഞങ്ങളെ അവഗണിച്ചും പുറത്താക്കിയും പോകാൻ കഴിയില്ല എന്ന വീമ്പ് കാട്ടാൻ. അതിൻ്റെ ദുരന്തമാണ് സത്യത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്നത്. അതിന് CPMനെ പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? നോക്കൂ, CPMനെ പഴി പറഞ്ഞതല്ല, CPMൻ്റെ നിലപാട് മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിഷാദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞങ്ങളാണ് കേമന്മാരെന്ന് പറയുന്നുണ്ടെന്ന്. അത് കോൺഗ്രസ്സിൽ ഇല്ലാത്തൊരാളല്ലേ ചെയ്യുന്നത്? അത് മനസ്സിലാക്കൂ. കോൺഗ്രസ്സിൽ ഇല്ലാത്തൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസിന് എന്ത് ഉത്തരവാദിത്വം? അത്ര നിഷ്കളങ്കരാകാൻ പറ്റുമോ നമുക്ക്? ശ്രീകുമാർ, കോൺഗ്രസിൽ ഇല്ലാത്ത ആൾ അന്ന് പറയാം സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണല്ലോ. കോൺഗ്രസിനുള്ള ആളുടെ രക്ഷാകർതൃത്വം അതിനുണ്ട് എന്നുള്ളത് 101% ഉറപ്പാണ്. അല്ലാതെ ഇത്ര വലിയ ഓപ്പറേഷൻ നടത്താൻ പുറത്തു പോയിരിക്കുന്ന ഒരു പുതിയ നേതാവിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിഷാദെ, അല്ല അങ്ങനെ വിചാരിച്ചെങ്കിലും പറഞ്ഞാൽ എനിക്ക് രക്ഷയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആരോപിക്കാം. കാരണം നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. പാലക്കാട് ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകുന്നു. എന്തുകൊണ്ടാണ് BJPക്കും DYFIക്കാർക്കും ഇദ്ദേഹത്തെ തടയാൻ പറ്റാതിരുന്നത് എന്ന ചോദ്യം ഉയരുന്നു. അപ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ മന്ത്രി ശിവകുട്ടിയും CPMൻ്റെ വനിതാ MLAയും BJPയുടെ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷനുമൊക്കെ ഇദ്ദേഹത്തിനോട് വേദി പങ്കിട്ടത് ഒരു MLA എന്ന നിലയ്ക്ക് അതും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ശശികുമാർ, പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കൂടാൻ പാടില്ല എന്ന് ഷാഫി പറമ്പിൽ ഒരു വാക്ക് പറഞ്ഞ കോൺഗ്രസ്സുകാർ പോവില്ല. ഷാഫി പറമ്പിൽ തടഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല ഈ മാന്യനെ ഷാഫി പറമ്പിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിന്റെ MLA ആഫീസിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഗാന്ധിയുടെ പടം വെക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ പിറകിൽ വെച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ പടമാണ്, അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ. അപ്പോൾ അദ്ദേഹം എങ്ങനെ ചലിക്കണമെങ്കിലും ഏതൊക്കെ വഴിക്ക് പൊളിറ്റിക്കലി മൂവ് ചെയ്യണമെങ്കിലും അതിൽ ഷാഫി പറമ്പിലിന്റെ ഒരു വെറ്റിംഗ് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ സൈബർ പട ഇറങ്ങി നിന്ന് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്, കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ വെല്ലുവിളിക്കുന്നതിൽ ഈ ഗോഡ് ഫാദർമാർക്കൊന്നും പങ്കില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കണം. നോക്കൂ നിഷാദേ, അതായത് ഒരു പാർട്ടിയിലത്തെ ഏതെങ്കിലും ഒരു നേതാവ് പുറത്താക്കപ്പെട്ടാൽ ആ പുറത്താക്കപ്പെട്ട ആളുടെ ഒപ്പം ഏതെങ്കിലും കുറച്ച് പേരുണ്ടാവും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുപോലെ സൈബർ അറ്റാക്കും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞാൻ CPMൻ്റെ ആലപ്പുഴ എന്ന് പറയുന്നില്ല, CPMൻ്റെ കേരളത്തിലെ പ്രമുഖ നേതാവായ G. സുധാകരൻ ഈ സൈബർ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആക്ഷേപങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം എന്തായിരുന്നു? അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ MV ജയരാജന് തള്ളിപ്പറയേണ്ടി വന്നില്ലേ പഴയകാല ഇവരെ സപ്പോർട്ട് ചെയ്ത സൈബർ വിഭാഗങ്ങളെ? അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ബന്ധമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഫീസിൽ ഷാഫി പറമ്പിലിൻ്റെ പടം വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അത്
അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമാകാം. കാരണം ഇത്രയധികം ഞാൻ പറഞ്ഞല്ലോ, ഒരു യുവനിരക്കെതിരെ CPM കൂടുതലായിട്ട് പ്രകോപിതരായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ പ്രകോപിതരാകാൻ ഇപ്പുറത്തും ആൾ വരും. അത് രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാന വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലേ സംഘടനകൾ ഉണ്ടാകുന്നത്? നേതാക്കൾ പറഞ്ഞിട്ടാണോ സംഘടനകൾ ഉണ്ടാകുന്നത്? അത് പ്രവർത്തകർ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. ഷാഫി പറമ്പിലിനെ ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെയും അബിൻ വർക്കിയെ പോലുള്ളവരെയും അഭിജിത്തിനെ പോലുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നു. അപ്പുറത്ത് യൂത്ത് ലീഗിലുണ്ടായിരുന്നല്ലോ PK ഫിറോസും നവാസിനെ പോലുള്ളവരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് എത്ര കഥകൾ ഉണ്ടാക്കി ഇവർ. അപ്പോൾ അത് മലബാർ മേഖലയിലെ സ്വാധീനം ഉണ്ടെന്ന് വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അതിൽ നിന്നും ഒരാളെ തെറ്റിയത് ബോധ്യമായപ്പോൾ ഭരണഘടനാപരമായ കാര്യം പോലും നോക്കാതെ സസ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ കാര്യം നോക്കാതെ എന്ന് പറയാൻ കാരണം അത് സാധാരണ CPM ചെയ്യുന്നത് പോലെ കമ്മിറ്റിയിൽ വെച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച് വിശദീകരണം ചോദിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം ഒറ്റയടിക്ക് ഭരണഘടന നോക്കാതെ മാറ്റി നിർത്തി. അപ്പോൾ CPM നേതാക്കളെന്ന് എന്താ പറഞ്ഞെന്നറിയാമോ നിഷാദെ? അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഭരണഘടന നോക്കാതെ സസ്പെൻഡ് ചെയ്തത് തിരിച്ചെടുക്കാനാണെന്ന്. ഇപ്പം എത്ര മാസമായി തിരിച്ചെടുത്തോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നത് ഈ കേസ് വാലിഡ് അല്ല, ലീഗൽ അല്ല, നിൽക്കില്ല എന്നൊക്കെയാണ്. പക്ഷെ കോൺഗ്രസ് നിലപാടെടുത്ത് കേസിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു നേതാവ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അതിക്രിയകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ അതിക്രിയ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. കോടതിയുടെ പരിശോധന, അദ്ദേഹം ജയിലിൽ പോകേണ്ട ആളാണോ ഇല്ലയെന്ന് വേറെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പാർട്ടി ജനങ്ങൾക്ക് മുൻപാകെ വെക്കുന്ന ഒരു മാതൃകയുണ്ടല്ലോ, ആ മാതൃകയുടെ അപ്പുറം പോയിട്ടാണ് ഇദ്ദേഹത്തിന്റെ കളി മുഴുവൻ എന്ന് വ്യക്തമായി കഴിഞ്ഞു. സോ ഇനി ഇയാൾക്ക് കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല, ധാർമ്മികമായ ഒരു ക്രൈറ്റീരിയ എടുത്താൽ എന്ന് വിചാരിക്കാമോ ശ്രീകുമാർ? അതായത് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ജനങ്ങളും നിയമവുമാണ്. ജനങ്ങളും നിയമവുമാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാവി നിശ്ചയിച്ച് ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവിധ തലങ്ങളിലുണ്ടല്ലോ. കോൺഗ്രസിലുമുണ്ട്, CPMലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അത് രണ്ട് നിയമവും ജനങ്ങളുടെ വിധിയും നിയമപരമായ നടപടികളുമൊക്കെയാണ് രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ അവർ ആക്ഷേപത്തിന് ഇരയാകേണ്ടി വരും, ചില ഘട്ടങ്ങളിൽ അവരെ വിമർശിക്കേണ്ടി വരും, ചില ഘട്ടങ്ങളിൽ അവരെ പുറത്താക്കേണ്ടി വരും. അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ പുറത്താക്കപ്പെട്ടത് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പ്രാഥമികമായ അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ കോൺഗ്രസ്സിലില്ല. പിന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഏത് പാർട്ടിയിലാണെങ്കിലും ഇപ്പോൾ CPMൽ തന്നെ നിങ്ങൾ നോക്കൂ. CPMൽ തന്നെ ഒരു ഘട്ടത്തിൽ ഒരുപാട് നേതാക്കൾ ഒരുപാട് നേതാക്കൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞെങ്കിലും ആ നേതാക്കൾ ജയിലിൽ പോയ ശേഷം പുറത്തു വന്നപ്പോൾ അവർ സ്വീകരണം കൊടുത്തില്ലേ ആ പാർട്ടിയിലെ പ്രവർത്തകർ? നിങ്ങൾ എല്ലാത്തിനും വാട്ടർ ബോട്ടിൽ എടുക്കുന്നത് എന്ന് കാണുക. CPM അങ്ങനെ ചെയ്തില്ല. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് അക്രമം കാണിച്ചതിനെ കുറിച്ച് പറയുമ്പോഴും CPMന്റെ കഥ പറയാണ്. ജനം കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ ജനത്തോട് മറുപടി പറയുക. CPMന്റെ സ്റ്റേക്ക് എന്താ ഇതില്? തെറ്റിദ്ധരിപ്പിക്കാതെ. ഞാൻ അങ്ങനല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞ നിങ്ങളിത് ഇങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ കോൺഗ്രസിന്റെ കാര്യം വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുത്തം വന്നിരിക്കുന്നു എന്നാണ് CPMകാരുടെ സ്ഥിരം പരിപാടി. അത് ഞാൻ വകവയ്ക്കുന്നില്ല. കാരണം അവരുടെ ഇത്തരം സമാനമായ സന്ദർഭങ്ങളിൽ ഓരോ പാർട്ടിയും എടുത്ത നിലപാട് എന്താണ്? താങ്കളുടെ പോയിന്റ് ഞാൻ പറയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോ പാർട്ടിയും എടുത്ത നിലപാട് എന്താണെന്ന് സമീപ ചരിത്രം വെച്ചുകൊണ്ട് തന്നെ ജനം വിലയിരുത്തും. അവിടെ കോൺഗ്രസിന് തലകുനിക്കേണ്ടി വരില്ല എന്ന പോയിന്റാണ് ശ്രീകുമാർ മുന്നോട്ട് വെക്കുന്നതെന്ന് തോന്നുന്നു. ജേക്സി തോമസ്, അതായത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഈ പരാതിയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് മാതൃകാപരമായ നടപടി സ്വീകരിച്ചു പോന്നു. ഒരു സമരവും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ആ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചു. ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശരിയായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജനം ഒന്ന് സെർച്ച് ചെയ്താൽ കോൺഗ്രസിന്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന കോൺഫിഡൻസ് ആണ് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുമ്പോൾ ശ്രീകുമാർ പങ്കുവയ്ക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ബൈബിളിൽ നിന്നൊരു സമാനമായ ഒരു വാചകം മറ്റുമുണ്ട്, അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ. ആ കോൺഫിഡൻസ് ആണ് ബഹുമാന്യനായ കോൺഗ്രസിന്റെ മാധ്യമ മുഖം കൂടെയായിട്ടുള്ള ശ്രീകുമാറിനുള്ളതെങ്കിൽ ആ കോൺഫിഡൻസ്, സധൈര്യം, സ്വാഭിമാനം അങ്ങ് തുടരുക.
ആ കോൺഫിഡൻസ് നിർബന്ധമായും അങ്ങയും അങ്ങയുടെ രാഷ്ട്രീയത്തെയും സഹായിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അതിനോട് പ്രതികരിക്കാനുള്ളത്. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവർക്ക് ഇത്തരം ചർച്ചകളിൽ വന്നുപെടുന്ന ഏത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ളയാളും അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാവും ആകെ ഉയർത്തുന്ന ദുർബലമായ വാദമാണ് അങ്ങ് ചോദ്യത്തിൽ കോൺഗ്രസിൻ്റെതായി തന്നെ പരാമർശിച്ചത്. എന്താണ് ആ വാദം? ആ വാദം എന്ന് പറയുന്നത്, ഇതിന് സമാനമായ മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ, ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളിതാ സസ്പെൻഷൻ എന്ന അനിതരസാധാരണമായ ഭയാനകമായ നടപടിയെടുത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റിനെ അങ്ങ് ശരിപ്പെടുത്തി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. ആ ശക്തമായ നടപടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഭയപ്പെട്ട് കോൺഗ്രസിന് കീഴടങ്ങി വിനീത വിധേയനായി നിൽക്കുകയാണ്, ചൊൽപ്പടിക്ക് നിൽക്കുകയാണ്. ഇതാണ് ഇവർ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ള ഒരു പൊതുബോധം. പക്ഷെ എന്താണ്, ഇപ്പോൾ ആര് വരയ്ക്കും എന്നും മറ്റുള്ളവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞതുപോലെ, വരച്ചിടത്ത് നിൽക്കുമെന്ന് പറയുമ്പോൾ ആര് വരയ്ക്കുമെന്ന് അവർ തീരുമാനിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹം അടക്കം ആരൊക്കെ ചാനലിൽ വന്ന് എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടുകളെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്യാങ് കോൺഗ്രസിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്യാങ്ങിന്റെ കീഴിലാണ് കേരളത്തിലെ AICCയുടെ ജനറൽ സെക്രട്ടറി മുതലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. അങ്ങനെയല്ല ഡോക്ടർ ആശയെ പറയേണ്ടത്. അവർക്ക് സ്വതന്ത്രമായ അസ്തിത്വവും അഭിപ്രായമുള്ളയാളാണ്. ഡോക്ടർ ആശ മുതൽ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ നമ്മുടെ നാട്ടിൽ എത്ര വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ, ആദരണീയനായ കേരളത്തിന്റെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, CWC മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അമ്പു കൊള്ളാത്തവരായി ആരുണ്ട് എന്ന് ചോദിച്ചതുപോലെ കോൺഗ്രസിൽ ഈ ലൈംഗിക അതിക്രമ വൈകൃതത്തെ വാക്കുകൊണ്ടെങ്കിലും തള്ളിപ്പറയാൻ ഒരു തവണ മുമ്പോട്ട് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ് കൊടുത്തിട്ടുള്ള സ്വീകരണം എന്തായിരുന്നു? കേക്കച്ചൻ എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് ആരാണ് ശ്രീകുമാർ സാറേ? പ്രതിപക്ഷമാണോ? DYFI ആണോ? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അങ്ങ് സൂചിപ്പിച്ച സൈബർ ഹാൻഡിലുകളാണോ? ഈ കോൺഗ്രസിന്റെ അഭിമാനകരമായ പുകൾപ്പറ്റ പാരമ്പര്യമുള്ള വനിതാ നേതാക്കന്മാർ, ഷാനിമോൾ ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ വലിയ നിരയുണ്ടല്ലോ കോൺഗ്രസിന്. ഡോക്ടർ ആശ വരെ നീണ്ടു നിൽക്കുന്ന ആ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള അന്തസ്സുള്ള മഹാഭൂരിപക്ഷം വരുന്ന വനിതാ നേതാക്കന്മാർക്കെതിരെ ഈ മാതിരി വർത്തമാനം കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചത്തെറി കോൺഗ്രസ് നേതാക്കന്മാരുടെ ആഭിമുഖ്യത്തോടെ ആശീർവാദത്തോടെ വിളിച്ച് ഓടിച്ചത് ആരാണ്? ഇടതുപക്ഷമാണോ? അതോ ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിന്റെ കീഴിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ള വളർന്ന് പുളയ്ക്കുന്ന ഈ സംഘമല്ലേ? നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സസ്പെൻഷൻ എന്നിട്ട് CPIM ആണ് ഇതിന് കാരണക്കാരൻ. ഞാൻ ചോദിക്കട്ടെ, ആങ്കർ മറുപടി പറ. അങ്ങയുടെയും എന്റെയും ഒക്കെ പരിമിതമായ ചരിത്രാനുഭവങ്ങളിൽ, വായനകളിൽ ഈ കേസിന് സമീകരണങ്ങളുണ്ടോ? ദിസ് ഈസ് ആൻ അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ് കേസ്. ഇതിന് ചരിത്രത്തിൽ സമാനതകളില്ല, സമീകരണങ്ങളില്ല, താരതമ്യങ്ങളില്ല. എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഇടതുപക്ഷ നേതാവ് കേരളത്തിന്റെ ഇന്നയോളമുള്ള രാഷ്ട്രീയ നവമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു റിലേഷനും അപ്പുറം? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഇത് വീക്ക് അങ്ങേക്ക് താല്പര്യമുള്ള പത്രമാണല്ലോ, ഇല്ലേ? മനോരമ കുടുംബത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ അനൗദ്യോഗിക മുഖപത്രമല്ലേ? വീക്ക് 2 മാസം മുമ്പ് എഴുതിയ ഒരു വാർത്ത ബഹുമാനിയായ കോൺഗ്രസിന്റെ മാധ്യമം ഓർമ്മിക്കുന്നുണ്ടോ? ദ കംപ്ലൈനൻസ് ഇൻക്ലൂഡഡ് ദ ഡോക്ടർ ഓഫ് എ ഫോമർ MP. ആരാണെന്ന് മാധ്യമ പ്രവർത്തകൻ അറിയാം, എനിക്കറിയാം, ആദരണീയനായ കോൺഗ്രസ് നേതാവിനറിയാം. കേരളത്തിലെ മുൻ MPയുടെ മകൾക്ക് നേരിട്ട ദാരുണ പരാതിയുടെ കരച്ചിലും വിങ്ങലുമായി ഡൽഹി AICC ആഫീസിന് മുമ്പ് കൈകൂപ്പി നിന്നില്ലേ? കേരളത്തിലെ ബാർക്ക് റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനം അവകാശപ്പെടുന്ന ചാനലിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ, വർഗീയത രാഷ്ട്രീയധാരയായി ഉയർത്തിപ്പിടിച്ച മറ്റൊരു ചാനലിലെ മാധ്യമ പ്രവർത്തകർ, പത്തനംതിട്ട ജില്ലയിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ കുടുംബവും, എത്ര പരാതികളുണ്ട് കോൺഗ്രസ് നേതാവ് AICC ആഫീസിൽ വന്നതും മാധ്യമ സ്ഥാപനങ്ങളിൽ വന്നതും. അതായത് സ്ത്രീയുടെ വസ്ത്രം ചുറ്റിവെക്കുന്ന ഒരു കോലിനോട് പോലും ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ള മറ്റേതു നേതാവ് കോൺഗ്രസിലും CPM-ലും ഇടതുപക്ഷത്തിലും RSS-ലും ഒക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതിന് ചരിത്രത്തിൽ സമാനതകളില്ല, ഉദാഹരണങ്ങളില്ല, സമീകരണങ്ങളില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇത് സംഘടനാ നടപടി കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് അങ്ങ് വിചാരിക്കരുത്. സംഘടനാ നടപടിയെടുത്ത് തിരുത്തി നേർവഴിക്കാക്കാൻ പറ്റുന്ന ഒരു മുതലാണ് ഈ സാധനമെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് നല്ല നമസ്കാരം. കാരണം എന്താണ്, ഇതിന് മെഡിക്കൽ ചികിത്സയാണ് നൽകേണ്ടത്. ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നു, അങ്ങേക്ക് അക്കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സംഘടനാ നടപടിയല്ല വേണ്ടത്. അങ്ങ് പറഞ്ഞ ഈ വൈബ്രന്റ് യൂത്ത്
ഞങ്ങൾക്കൊക്കെ അസൂയ അല്ലേ? ഇടതുപക്ഷത്തിന് ആരോടാണ് അസൂയ കോൺഗ്രസ് നേതാവേ? വയനാട്ടിലെ പാവങ്ങളുടെ പേരിൽ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 8 ലക്ഷം രൂപ വീതം പിരിച്ച് പുട്ടടിച്ച് മുങ്ങി നടക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അസൂയോ? ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന പറമ്പിന്റെ ഏഴയലത്തുള്ള ഒരു മനുഷ്യന് പോലും ഇത്തരം സമീപനം ഉണ്ടാകില്ല. കാരണം എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ അന്തസ്സുള്ള ഒരു മനുഷ്യൻ നടക്കുമ്പോൾ കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്താക്കുക എന്ന നടപടി കേവല വർത്തമാനം മാത്രമായി പോയെന്നും അതിനപ്പുറം രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാനും പുറത്താക്കാൻ വേണ്ടി ശബ്ദിച്ചവരെ അടിച്ചിരുത്താനും ആസൂത്രിതമായി പണി നടന്നു അകത്ത് എന്ന പോയിന്റാണ് ജയ്ക്ക് ഉന്നയിക്കുന്നത്. എൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ അജിത് കുമാർ രാഹുൽ അനുകൂലിയാണ് അദ്ദേഹം. ശ്രീ അജിത് കുമാർ, നോക്കൂ, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബഹളം വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ജയിലിൽ പോയിരിക്കുന്നു. മതിയായില്ലേ നിങ്ങൾക്ക്? പക്ഷെ അജിത് കുമാർ, ഈ ഫേസ്ബുക്കിലും കിടന്ന് ബഹളം വെക്കുന്നവരല്ല, ഇന്ത്യയിലെ നിയമം എന്ന് പറഞ്ഞാൽ വേറെയാണെന്ന് ഇപ്പോൾ രാഹുൽ ഈശ്വർ അകത്തു പോയപ്പോൾ മനസ്സിലായോ? ഒരിക്കലും അതിനോട് ഞാൻ അംഗീകരിക്കില്ല. അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തോ ആ തെറ്റ് കൃത്യമായിട്ടും ആ പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി തെറ്റുകാരി ആവുന്നില്ല. കാരണം ഒരു യുവാവിൻ്റെ ജീവിതം നശിപ്പിച്ചു. ഒരു യുവാവല്ല, 2 യുവാവ്. കാര്യം ഒരു യുവാവിനെ വിവാഹം കഴിക്കുകയും അതേ ബന്ധം തുടരുന്ന ആ സാഹചര്യത്തിൽ അടുത്തൊരു MLA-യുമായിട്ട് സൗഹൃദം, അതൊക്കെ വേറെ കാര്യം. അവരുടെ ജീവിതം, അതിനകത്തെ അവിഹിതം, അതിലെ ധാർമ്മികത ഒക്കെ വേറെ. ഞാൻ പറഞ്ഞത് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലല്ല, അത്തരം ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിനകത്തുള്ള ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ വിഹിതം അവിഹിതം അതിലെ ധാർമ്മികത വേറെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയാൽ അകത്തു പോകുമെന്ന് മനസ്സിലായോ രാഹുൽ ഈശ്വറിനും താങ്കൾക്കും അടക്കമുള്ളവർക്ക്? ഈ രാജ്യത്ത് നിയമം എന്താണെന്ന് ന്യായമായിട്ടും ആ ഇര എന്ന് പറയാൻ പറ്റില്ല. ഇര എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇരകൾ, യഥാർത്ഥ ഇരയ്ക്ക് പോലും നീതി കിട്ടാത്ത നിങ്ങളുടെ സിദ്ധാന്തമാണ്. ഒരാൾ പരാതി കൊടുത്ത ഒരു വനിത സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ അവരെ ഈ നിയമം പരിഗണിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ മേലെ കൂടി ചാടി ഇല്ല ഞാൻ വെളിപ്പെടുത്തി കളയും, പോരാടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട തിന്നേണ്ടി വരും. അദ്ദേഹം വെളിപ്പെടുത്തിയില്ലല്ലോ. രാഹുൽ ഈശ്വർ എവിടെയാണ് വെളിപ്പെടുത്തിയത്? രാഹുൽ ഈശ്വർ ഒന്നും പേര് പറഞ്ഞിട്ടില്ല, ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ല, മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ഇര എന്ന് പറയുന്ന, അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയും തെറ്റുകാരി ആണ് എന്നാണ് പറഞ്ഞത്. അത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ ഫുൾ ഐഡന്റിറ്റി പുറത്ത് വിട്ടിട്ടില്ല അദ്ദേഹം. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണ്, അവിടെ നടന്ന ഗൂഢാലോചന എന്താണെന്നുള്ള സിദ്ധാന്തമടക്കം അവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സകല ലിങ്കും അയാൾ പൊതുമധ്യത്തിൽ വെച്ചു. എന്നിട്ട് അവരെ വേട്ടയാടി പിടിക്കുകയാണ് ഇപ്പോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളുടെയും സംഘം വേട്ടയാടി പിടിക്കുകയാണ് അവരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തേജോവധം ചെയ്യാൻ പാടുണ്ടോ? കാരണം അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഒരു പുരുഷനല്ലേ. ആണുങ്ങളെ ഏത് രീതിയിലും തേജോവധം ചെയ്യാമെന്നാണോ? അപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങളിലെല്ലാം ഒരു സംരക്ഷണം വേണമെന്നും പുരുഷന്മാർ അവർ എത്ര നിരപരാധിയാണെങ്കിലോ, അവൾ കുറ്റം ചെയ്തുവെങ്കിലോ അതിനപ്പുറം കയറി അദ്ദേഹത്തെ കടന്നാക്രമിക്കുക, അതല്ലേ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് വിധേനയും ഒരു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരാണ്. 73%. ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യാണ്. സ്ത്രീകൾ 33% മാത്രമേ ഉള്ളൂ. 73 33 എവിടെയാണ് അന്തരം കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യും. അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ കുടുംബത്തിലും നാട്ടിലും അവരെ തേജോവധം ചെയ്യുന്നു. എന്നാൽ പെണ്ണ് അതേ തെറ്റ് ചെയ്യുന്ന പെണ്ണിനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ, പെണ്ണിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. ശരി, ആ നിയമം അങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പരാതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ല. നിങ്ങളുടെ വിയോജിപ്പ് തൽക്കാലം കയ്യിലിരിക്കട്ടെ, പുറത്തുവിടാൻ പാടില്ല. പുറത്തുവിട്ടാൽ അകത്തു പോകും. പുറത്തുവിട്ടാൽ അകത്തു പോകുമെന്ന് മനസ്സിലായോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ ഇല്ലയോ? ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച കളിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് എന്റെ ചോദ്യം. എന്താ രാഹുൽ ഈശ്വറിനെ മൂക്കിൽ കയറ്റി കളയുന്നാണോ? അദ്ദേഹം 2 3 4 ദിവസത്തിനകം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരും. അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരും ഞങ്ങൾ. നിങ്ങളല്ലെങ്കിൽ കുറെ ഭക്ഷണന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. നിങ്ങൾ 4 3 7 പേര് കൂടി ഏത് ഭക്ഷണന്മാരെ മാലയിട്ട് സ്വീകരിക്കും? ഈ പുറത്തിറങ്ങി വന്ന് ഈ ബെയിൽ കണ്ടീഷൻ ലംഘിച്ച പിന്നെയും പോകത്ത്. നിയമം ഈസ് നിയമം. താങ്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ
താങ്കൾ ജയിലിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിരപരാധിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ താങ്കളെയും മാലയിട്ട് സ്വീകരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഞാനങ്ങനെ നാട്ടിലുള്ള ആളുകളെ വലവീശി പിടിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് സെക്ഷലി അട്രോസിറ്റീസ് കാണിച്ച് അതിനുശേഷം വീരപരിവേഷണം നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട. ഞാനൊന്ന് പറയട്ടെ. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ നോക്കൂ, കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നേരത്തെ സംസാരിക്കുമ്പോൾ CPIM-ന്റെ പ്രതിനിധി പറഞ്ഞത്. CPIM-ന് ഒരു നടപടി, കോൺഗ്രസിന് ഒരു നടപടിയും ആത്മാർത്ഥമായി എടുക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നൊരു പൊളിറ്റിക്കൽ ലീഡറുണ്ട്, CPI-യിലായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. അവര് ഈ വിഷയത്തിൽ അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒരു സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവർക്കെതിരെ വലിയ പ്രതിഷേധം ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നുണ്ടായി, പാർട്ടിയിൽ നിന്ന് പോലും ഉണ്ടായി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു പെർവേർട്ട് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന CPI-യുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പിന്തുണയ്ക്കുന്നു. അത് പിന്തുണയ്ക്കാൻ പാടില്ലാത്തതാണ്. അത് സ്ത്രീ അവകാശത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണെന്ന് CPI-ക്കാരും അവരുടെ പിന്തുണക്കാരും നിലപാട് സ്വീകരിക്കുന്നു. പൊടുന്നനെ അവർക്ക് ചെന്ന് കയറാൻ പറ്റിയ എവിടെയാണെന്നറിയാമോ? രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പെർവേർട്ടിനെ പിന്തുണയ്ക്കുന്ന അവർക്ക് ചെന്ന് കയറാൻ പറ്റിയ ഇടം കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവരെ ആനയിക്കുന്നു, അവർക്ക് ഷാളണിയിക്കുന്നു, അവരെ മത്സരിപ്പിക്കുന്നു. എന്നിട്ട് കോൺഗ്രസ് പറയുകയാണ് ഈ തരം എല്ലാ അതിക്രമങ്ങൾക്കും ഞങ്ങൾ എതിരാണ് എന്ന്. എല്ലാ തരത്തിലുള്ള ഇത്തരം പെർവേർട്ടുകളൊക്കെയും അവരുടെ പിന്തുണക്കാർക്കും ചെന്ന് ചേരാൻ കഴിയുന്ന സ്ഥലമായിട്ട് നിങ്ങളുടെ DCC ഓഫീസ് മാറിയാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വർത്തമാനത്തിന് വല്ല കഥയുമുണ്ടോ? ശ്രീ എൻ ശ്രീകുമാർ. നോക്കൂ നിഷാദെ, താങ്കൾക്ക് ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യങ്ങളിൽ അവർ തന്നെ വേറെ ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം വരെ ബന്ധപ്പെട്ടെന്ന് കഥകളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഈ ചർച്ചകളിൽ എപ്പോഴും എടുക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് മാറ്റിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാനിതിൽ കാണുന്ന നിലപാട് രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് വരാൻ തോന്നി. അവർ കോൺഗ്രസ്സിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ. അവരതിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കുറ്റവും ദോഷമൊന്നും പാർട്ടി കണ്ടിട്ടില്ല. അവരെ കോൺഗ്രസ്സിലെടുത്തു. അവരൊക്കെ വേറെ സ്ഥാനാർത്ഥിയുമായിരിക്കും. അത് പക്ഷേ അവർ വരാനുണ്ടായ പശ്ചാത്തലം ശ്രീകുമാർ, ഞാൻ ചോദിക്കട്ടെ, അവർ വരാനുണ്ടായ പശ്ചാത്തലം എന്താണ്? അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ പുറത്താക്കിയപ്പോൾ അയാളെ പിന്തുണച്ചു. അപ്പോൾ അയാളെ പിന്തുണയ്ക്കുന്നവരെ നിങ്ങൾ എടുക്കും, സീറ്റ് കൊടുക്കുമെന്ന് വച്ചാൽ നിങ്ങളുടെ സമീപനത്തിൻ്റെ കൃത്യതാ പ്രശ്നമുണ്ടല്ലോ, അത് ഓഡിറ്റ് ചെയ്യപ്പെടില്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, അതിനിടയ്ക്ക് അവർ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അത് നിഷാദ് എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല. അത് ഞാൻ ഇവിടെ ചർച്ചയാക്കുന്നില്ല. അവരെ കോൺഗ്രസ്സിൽ എടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ്സിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഇത്തിരി രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ സാധാരണ ഇതിൽ പറയാറുണ്ട് ഇത് ഗൂഢാലോചന, CPM ഉണ്ടാക്കിയ ഗൂഢാലോചന. ഞാനങ്ങനെ പറയാറില്ല. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആ രണ്ട് വ്യക്തികളിൽ ഒരാൾ MLA ആയി, രാഷ്ട്രീയ നേതാവായി, അതിന് പുതിയ മാനങ്ങളൊക്കെ കൈവന്നു, വലിയ രാഷ്ട്രീയ ചർച്ചയായി വരുന്നു. അതുകൊണ്ടാണ് ഇത് പൊതുരംഗത്ത് ചർച്ചയായത്. പക്ഷേ അതിൻ്റെ മറവിൽ ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ കരിവാരിത്തേക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഭരണകക്ഷിയായ CPM പോകുമ്പോൾ അവർ വിമർശന വിധേയരാകും. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് നിലപാടുകളുടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ആ നിലപാടെന്ന് പറയുന്നത് CPM-ൻ്റെ പൂർവ്വകാല നിലപാടും അതേ വിഷയങ്ങളിൽ അവരിപ്പോൾ എടുക്കുന്ന നിലപാടും തമ്മിലുള്ള ഭിന്നത. ആ ഭിന്നത എന്തുകൊണ്ടാണെന്ന് അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ശബരിമല സ്വർണം കടത്തിയ കേസിൽ ജയിലിലായ CPM നേതാവിനെ പുറത്താക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് കുറ്റാരോപിതനാണ്, അത് ആയിട്ടില്ലെന്ന് പറയുകയും അപ്പുറത്ത് വേറൊരാളെ പുറത്താക്കണമെന്നും ജയിലിലടയ്ക്കണമെന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ആ വ്യത്യാസം CPM-ന് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവർക്ക് ഇതിൽ നിലപാടില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ CPM-ലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിലേക്ക് കടക്കില്ല എന്നുള്ള എൻ്റെ ഒരു നിലപാടാണെന്നുകൊണ്ട് അതിലേക്കും കടക്കുന്നില്ല. CPM-ൽ ഒരുപാട് ഇതുപോലത്തെ വിഷയങ്ങൾ വന്നപ്പോൾ ആ പാർട്ടി എടുത്ത നിലപാടിൽ പാർട്ടി പറഞ്ഞെന്താ, ഇതിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞാണ് ഞങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല, എല്ലാം ഏകകണ്ഠം. ഇവിടെ അങ്ങനെ വരില്ല. കോൺഗ്രസ്സിൽ ഐക്യകണ്ഠേന ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല, വ്യത്യസ്ത അഭിപ്രായം വരും. അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സതീശൻ്റെ നിലപാട് വേറെ, സുധാകരൻ്റെ നിലപാട് വേറെ എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ. പക്ഷേ ഒരു കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ, ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, ഇദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക. ഏതെങ്കിലും ഒരു നേതാവ് ഒരു മറുപ്രസ്താവന ഇറക്കിയോ? നിഷാദിന് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും നേതാവ്? ഇപ്പം എന്താണ് CPM-ൻ്റെ പുതിയ നിലപാട്, ഇന്നത്തെ നിലപാട്? ഞാൻ വേറൊരു ചർച്ചയിൽ കേട്ടതാണ്. എന്താണ്? KPCC-യിൽ നിന്നും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. ഇനി പറയണം, എപ്പോൾ പറയണം, ഇപ്പോഴെങ്കിലും പറയൂ എന്നൊക്കെയാണ് ഇന്നത്തെ അവരുടെ പുതിയ കമ്മ്യൂണിസ്റ്റ് ഗുളിക, ഇന്നത്തെ ഗുളിക.
ഈ KPCC പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തെക്കുറിച്ച് CPM നേതാക്കൾ അന്ന് ചാനൽ ചർച്ച പറഞ്ഞ കാര്യം ജയിക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞിരുന്നു. കാരണം ഈ സസ്പെൻഡ് ചെയ്തത് ശരിയല്ല, കാരണം ഇത് ഭരണഘടനാ പ്രകാരം ശരിയല്ലാത്തതുകൊണ്ട് അയാൾക്ക് തിരിച്ചു വരാം എന്നൊക്കെ ചർച്ച ചെയ്തവർ ഇന്ന് പറയാണ് KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയെന്ന്. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞതാണത്. അന്ന് പറഞ്ഞെന്താണ്? പത്രസമ്മേളനം പോരാ, പ്രസ്താവന വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇന്ന് അവരത് മറന്നു. ഇന്നവർക്ക് മറന്നു. കാരണം എന്താണ്? ഇന്ന് പഴയ ഗുളിക ഇന്ന് ഏശില്ല, ഇന്ന് പുതിയ കമ്മ്യൂണിസ്റ്റ് ഗുളിക വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിതിൻ്റെ നിലപാടുകളെ തന്നെ ചർച്ച ചെയ്യുള്ളൂ. ശ്രീ ജയിക്ക് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ, ഈ വ്യക്തിപരമായ വിഷയങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. ആയിക്കോട്ടെ, അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. പക്ഷേ ഞാനതിന് മറുപടിക്ക് പോയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടെന്താണ്? പാർട്ടി, കോൺഗ്രസ്, പാർട്ടി സംസ്ഥാന സമ്മേളനമൊക്കെ നിലപാടെടുക്കുന്നത് എന്താണ്? CPM-ലെ 2024 ഏരിയ ലഹളകൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഏരിയ കമ്മിറ്റിയിലത്തെ ലഹളകൾ. എന്തുകൊണ്ടാണ് ഏരിയ ലഹളകൾ ഇങ്ങനെ CPM-ൽ കൂടാൻ കാരണം എന്താണ്? ആ പാർട്ടിയുടെ നയവ്യതിയാനമാണ്. ആ പാർട്ടിയുടെ കരുനാഗപ്പള്ളി ഏരിയയിലത്തെ നേതാക്കളും പ്രവർത്തകരും പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അവരെ തടഞ്ഞത് പോലീസാണ്, ശ്രീ മുഖ്യമന്ത്രിയുടെ പോലീസാണ്. പാർട്ടി ഓഫീസിലേക്ക് വന്നതിനാണ്. എന്തുകൊണ്ടാണ് നിലപാട് മാറ്റം ഉണ്ടായി? എന്തുകൊണ്ട് ഏരിയയിൽ ലഹളകളുണ്ടായി? ഇത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ ആ നിലപാട്, അന്നത്തെ നിലപാട്, കാരണം ഇവർ പുറത്താക്കി എന്നുള്ളത് ശരിയാണ്, സസ്പെൻഡ് ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് തിരിച്ചു വന്നത് ബ്രാഞ്ച് തലത്തിലേക്കല്ലല്ലോ, തിരിച്ചു വന്നത് മുകളിലേക്കല്ലേ. തെറ്റ് ചെയ്തവർ തിരിച്ചു വരുമ്പോൾ താഴേക്കിടയിലല്ലേ പോകേണ്ടത്? സുധാകരൻ എന്ത് തെറ്റാണ് ചെയ്തത്? സുധാകരനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ട് അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചായ സൽക്കാരം നടത്തി. കാരണം അത്രയും ബഹുമാനിതനാണ് ആ നേതാവ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന വേദന, അദ്ദേഹം പറഞ്ഞില്ലേ, എന്നോട് യുദ്ധം ചെയ്യാൻ ആരും വരണ്ട. മന്ത്രി സജി ചെറിയാൻ കൊടുത്ത ഉത്തരവല്ലേ, എന്നോട് യുദ്ധം ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ആ പാർട്ടിയോട് എന്താണ് അദ്ദേഹത്തിന് ഇത്ര നീരസം വരാൻ കാരണം? എന്താണ്? നിലപാട് മാറ്റമാണ്, നിലപാടില്ലായ്മയാണ്. കരുവന്നൂർ വിഷയം ഉണ്ടായപ്പോൾ സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിക്ക് പാർട്ടിക്കാരെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. ആ നിലപാടാണ്, അതാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നിലപാട് ചർച്ച ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിലെ ഒരു പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ താഴേക്കിടയിലുള്ള പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായി പരുഷമായി പ്രതികരിച്ചെന്നിരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് KPCC പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കാതിരിക്കുക. KPCC പറഞ്ഞിട്ടല്ല. KPCC ഇന്നും പറഞ്ഞു പുറത്താണ്. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ചോദിച്ചു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എൻ്റെ പോക്കറ്റിലല്ലെന്നാണ് പറഞ്ഞത്. അത് പരിഹാസമല്ല. കാരണം പാർട്ടിയിലില്ലാത്ത ഒരാളെ എങ്ങനെയാണ് പാർട്ടി പിടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്? CPM-ലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യില്ല, അറസ്റ്റ് ചെയ്യാത്ത എന്താന്ന് KPCC സംസാരിക്കാനോ മറുപടി പറയാനോ പിടിച്ചു കൊടുക്കാനുള്ള ബാധ്യത കോൺഗ്രസിനില്ല എന്നാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് MLA കേരളത്തിനകത്തുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളെ പിടിക്കാൻ ഇത്ര താമസം? ജയിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ചാണെന്നിട്ട് രാഹുൽ ഈശ്വറിനെയാണ് ഇപ്പോൾ പിടിച്ചകത്താക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മാങ്കൂട്ടം ഇനിയും പിടിയിലാവാത്തത്? അത് മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ തലക്കെട്ടുകൾ നിറഞ്ഞു നിന്ന് നാറട്ടെ എന്ന് വിചാരിച്ച് തന്ത്രപൂർവ്വം ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലുമല്ല. അതൊരു തന്ത്രമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കോൺഗ്രസിന് കൂടെ അഭിപ്രായം പറയാൻ കഴിയുന്ന വിഷയമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി രാഹുൽ ഈശ്വറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? പേരിലുള്ള സാമ്യം പേരിൽ മാത്രമല്ല, ഇവരുടെ കാഴ്ചപ്പാടുകളും പ്രതികരണങ്ങളും ഒരേപോലെയാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടെങ്കിലും കേരളത്തിന്റെ ജയിൽ മുറികളിൽ റിമാൻഡിൽ കഴിയേണ്ടതായി വന്നത്. അതിരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷേ ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ ഉടനീളം അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണ്? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗുളിക ക്യാപ്സ്യൂൾ എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗുളിക ഇതാണ്. KPCC പ്രസിഡന്റിന്റെ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖാമൂലം. ഞാൻ പറയട്ടെ ബഹുമാന്യനായ ശ്രീകുമാർ സാർ, അങ്ങ് മുതിർന്ന നേതാവാണല്ലോ, ദീർഘകാലമായിട്ടുള്ള പത്രപ്രവർത്തന രംഗത്തെ അനുഭവ പരിചയം, വ്യത്യസ്ത ധാരകളിലുള്ള വിവിധ സംഭവവികാസങ്ങളൊക്കെ അങ്ങയുടെ ഓർമ്മയിലും അനുഭവങ്ങളിലും ഒക്കെ ഉണ്ടാകും. ഞാനൊന്നും അതിൻ്റെ ഏഴയിലത്തില്ല. അപ്പം ഞാൻ അങ്ങയുടെ മാധ്യമ പ്രവർത്തനത്തിലെ വിപുലമായ അനുഭവ ലോകത്തെക്കുറിച്ച് തന്നെയാണ്, വിപുലമായ അനുഭവ ലോകത്തിൻ്റെ ഉടമയാണത് അങ്ങ്. ഞാനത് അതിൻ്റെ ഏഴയിലത്ത് എന്തായാലും ഇല്ല. ഞാൻ അങ്ങയോട് വിനീതമായ അഭിപ്രായം പറയട്ടെ, നല്ല സവിനയം തന്നെ അഭിപ്രായം പറയാം. ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്തെ അങ്ങയുടെ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള നിലയിലല്ല. വിശാലമായ അനുഭവ ലോകമുണ്ടല്ലോ. അപ്പോൾ അങ്ങ് നിർബന്ധമായും അങ്ങ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്സ് പേഴ്സൺമാരും ഒക്കെ ആയിട്ടും അതിൻ്റെ ടോപ്പ് ബ്രാസിൽ നിൽക്കുന്ന നേതൃത്വം ഒക്കെ ആയിട്ടും നല്ല ലൈസൻസ് സൂക്ഷിക്കുന്നയാളാണല്ലോ. അങ്ങ് നിർബന്ധമായും കോൺഗ്രസിനെ ഉപദേശിക്കണമെന്നുള്ളതാണ് ഒരു ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്? ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനേ പാടില്ല, ഇദ്ദേഹത്തെ നോവിക്കാനേ പാടില്ല. ഇദ്ദേഹത്തെ കഴിയുമെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണല്ലോ, ഇപ്പൊ റിമാൻഡോ അല്ലെങ്കിൽ മറ്റിത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തെ തൊട്ട് മുമ്പ് അങ്ങേക്കാൾ കരുത്തോടു കൂടെ അങ്ങ് പോരാന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു അനുകൂലി എന്ന പേരിൽ മറ്റൊരാൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഈ സംഘത്തെ ആകെ കരുത്തോടു കൂടെ ത്രസിപ്പിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? കഴിയുമെങ്കിൽ 140 മണ്ഡലങ്ങളിലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയും കൊണ്ട് പര്യടനം നടത്തണം. കഴിയുമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ, കോർപ്പറേഷൻ വാർഡുകളിൽ, ഗ്രാമ ബ്ലോക്ക് ഡിവിഷനുകളുടെ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഇവർ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കണം. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ഉറപ്പിക്കാൻ പാലക്കാട് MLA കോൺഗ്രസ് വീടുകളിലേക്ക് എത്തുന്നു. നല്ല പോസ്റ്റർ ആയിരിക്കില്ലേ? നല്ല മുദ്രാവാക്യമായിരിക്കില്ലേ? അങ്ങേക്ക് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? അപ്പൊ അങ്ങ് പുറത്താക്കുകയും വേണ്ട, സസ്പെൻഡ് ചെയ്യുകയും വേണ്ട, അദ്ദേഹത്തെ നുള്ളി നോവിക്കുക ഒന്നും വേണ്ട. വർത്തമാനകാല കോൺഗ്രസിന്റെ അഭിമാനഭാജനം എന്ന നിലയിൽ അങ്ങ് മുമ്പ് സൂചിപ്പിച്ച CPIMകാർക്ക് അസൂയയും കുശുമ്പും ഒക്കെ തോന്നുന്ന ഈ വൈബ്രന്റ് യൂത്ത് ഉണ്ടല്ലോ, ആ വൈബ്രന്റ് യൂത്തിന്റെ കേരളീയ പ്രതീകമായ പാലക്കാട് MLA കഴിയുമെങ്കിൽ നമ്മുടെ 972 ഗ്രാമപഞ്ചായത്തിലും 86 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തിലും പ്രചരണത്തിനായി കൊണ്ടുവരണം. കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ കഴിവ് പാലക്കാട് മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, കേരളം ആകെ പടരണം. അപ്പൊ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിൽ കൊണ്ടുവരണം, അവർക്ക് വേണ്ടി വോട്ട് ചോദിപ്പിക്കണം, അങ്ങനെ കൊണ്ട് നടക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പ്രതികരണം. അങ്ങ് എടുക്കോ എടുക്കാതിരിക്കോ, ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞതാണ്. പിന്നെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടായി പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇപ്പോഴും പത്തനംതിട്ടയിലും പാലക്കാടും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനും ഏതൊക്കെ വീടുകളിൽ ഇതേ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രചരണത്തിന് പോകണമെന്ന് തീരുമാനിക്കാനും ഒക്കെ സസ്പെൻഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ അധികാരത്തോടു കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ടല്ലോ. അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കാൻ വരുന്ന KPCCയുടെ നമ്മുടെ UDFന്റെ കൺവീനർ, KPCCയുടെ പ്രസിഡന്റ് ഇത്യാദി എത്രയെത്ര നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ആശങ്കയുമില്ല. കോൺഗ്രസ് സുശക്തമായി തന്നെ ഈ നിലപാട് തുടരുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങ് സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു ഞാനെന്തോ വ്യക്തിഹത്യ നടത്തിയെന്നുള്ളത്. അങ്ങ് മുതിർന്ന ആളാണ്, ഞാൻ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുകയില്ല. പക്ഷെ അങ്ങയുമായിട്ടിരുന്നിട്ടുള്ളടക്കം ഏതെങ്കിലും ഒരു സംവാദത്തിൽ ഞാൻ പരമാവധി ഒരാളെയും അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ അഭിസംബോധന ചെയ്യാറുള്ളത്. ഒരാളെയും ഞാൻ വ്യക്തിപരമായി പേരെടുത്ത് പരാമർശിക്കാനോ അദ്ദേഹം പറഞ്ഞ പോയിന്റാണ് ഞാൻ കേട്ടത് കേട്ടോ ജയ്ക്ക്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ജയ്ക്ക് വ്യക്തിഹത്യ. ശരി ശരി ശരി, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ജയ്ക്ക് ഉദ്ദേശിച്ചില്ല. ശ്രീകുമാർ അത് കേൾക്കും. അദ്ദേഹം സസ്പെൻഷനിൽ ഇരിക്കുന്ന കാലത്ത് വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തത സഹചാരികളാണ് ഫെനി നൈനാൻ, സീറ്റ് കിട്ടുന്നു അടൂർ നഗരസഭയിൽ. പിന്നെ ആരാണ്? റെനോ P. രാജൻ, സീറ്റ് കിട്ടുന്നു. പിന്നെന്താണ്? നെസ്മൽ കാവളയോ, ഇദ്ദേഹത്തിന് കൂടെയുള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുന്നതൊക്കെ ഉറപ്പാക്കാൻ കഴിയും വിധം പ്രവർത്തിക്കാൻ ഈ മാന്യന് സസ്പെൻഷനിലിരിക്കുമ്പോഴും പറ്റുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സൈബർ പടയെ ഡ്രൈവ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് സത്യത്തിൽ, ഞാൻ പോട്ടെ ഇനി കോൺഗ്രസ് നേരിട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കത്തില്ല, കോൺഗ്രസ് സത്യത്തിലൊരു വലിയ ഗതികളിലാണല്ലേ ശ്രീകുമാർ. ഒരു നടപടി എടുത്താൽ ആ നടപടി താഴെത്തട്ടുകൾ കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഒരു പാർട്ടി, ഒരു നടപടി ഒരു ധാർമ്മികതയെ മുൻനിർത്തിയെടുത്താൽ എല്ലാ നേതാക്കളെയും തന്നെ അത് ബോധിപ്പിക്കാൻ പ്രയാസമുള്ള ഒരു പാർട്ടി. സത്യത്തിൽ ആ പാർട്ടിയെക്കുറിച്ച് നമുക്ക് സഹതാപമാണോ വേണ്ടത് ശ്രീകുമാർ? നോക്കൂ, ഒരു പാർട്ടിയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയിലൊരു അസ്വസ്ഥത ഉണ്ടാകുക സ്വാഭാവികമാണ്. കോൺഗ്രസ്സിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സിൽ അസ്വസ്ഥത ഉണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ശബരിമല വിഷയത്തിൽ CPMൽ അസ്വസ്ഥത ഉണ്ടായില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സിൽ അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത എന്ന് പറയുന്നത് പക്ഷേ പരിഹരിക്കാൻ പറ്റാവുന്ന അസ്വസ്ഥതയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രവർത്തകർക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലും മുതിർന്ന നേതാക്കളുടെ ഇടയിലും ഒരു തീരുമാനമുണ്ട്. എന്താണ്? ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് എടുത്തു. ആ രാഷ്ട്രീയ നിലപാട് തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. CPM ചർച്ചാ വിഷയമാക്കും. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും നടപടി എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ പ്രതിരോധ നിലയിലേക്ക് വരുമ്പോഴാണ് ഈ ചില ഏറ്റുമുട്ടലുകളിൽ വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ വരുന്നത്. അതിന് CPMൻ്റെ നേതാക്കളൊക്കെ അത് കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിൻ്റെ വിജയമാണെന്നോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ആളുടെ സ്വാധീനമാണെന്നൊക്കെ പറയാം. വിരോധമില്ല. ഒരാൾ പുറത്താക്കപ്പെട്ടു എന്ന് വെച്ചുകൊണ്ട് അയാളുടെ സുഹൃത്തുക്കളായ ആളെ പാർട്ടിക്ക് പുറത്താക്കാൻ പറ്റില്ലല്ലോ. അവർ പാർട്ടിക്കാരാണ്, പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടില്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥികളാകും, സംശയമൊന്നുമില്ല. നേരെ അവർക്ക് സ്ഥാനാർത്ഥികളാകാൻ തക്കവണ്ണം ലോബിങ് ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു താരതമ്യേന പുതിയ നേതാവാണ്. വളരെ പെട്ടെന്ന് ഉയർന്നു വരികയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും പിന്നീട് MLA ആവുകയും ഒക്കെ ചെയ്ത ഒരാൾ. അയാൾ എങ്ങനെയാണ് MLA പദവിയിൽ വന്നത്? ആരുടെ നിർബന്ധമാണെന്നൊക്കെ നമുക്കറിയാം. നോർമൽ കേസിൽ അയാൾ അവിടെ വന്ന് MLA ആവേണ്ട ആളെ അല്ല. പക്ഷെ അയാൾ വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് രാഹുൽ ഇളകിപ്പോകുമ്പോൾ രാഹുലിനോട് സ്നേഹമുള്ള ഒരു വലിയ പട പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. രാഹുലിന് അങ്ങനെ വലിയൊരു വൃന്ദത്തെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല.
അപ്പോൾ അത്ര വലിയ വൃന്ദമുള്ള വേറൊരു പോയിന്റ് അയാൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാവുക. ശരി, ശ്രീ അജിത് കുമാർ, അതായത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നിങ്ങളൊക്കെ ജയിലിലേക്ക് പുറപ്പെടുകയായോ? തീർച്ചയായിട്ടും ജയിലിലേക്കെന്നല്ല, അദ്ദേഹത്തിന് നീതി കിട്ടുന്നത് വരെ, ഇപ്പോൾ രാഹുൽ ഈശ്വരനായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനായിക്കോട്ടെ, അദ്ദേഹത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ജയിലിൽ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾ പാട്ടും പാടി പോയിട്ട് പാട്ടും പാടി തിരിച്ചിറങ്ങി വരുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ജയിലെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയിലിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും ഒത്തിരി പേർ അതിനകത്ത് കിടപ്പുണ്ട്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി കൊടുത്തതിൻ്റെ പേരിൽ നിരപരാധികൾ, ഒരുപാട് പുരുഷന്മാർ, ഒരുപാട് യുവാക്കൾ ജയിലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി ഞങ്ങളിപ്പോൾ 2 ദിവസം കിടന്നു എന്ന് പറഞ്ഞ് ഇവിടെ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ചീത്തപ്പേര് വരുന്നെങ്കിൽ വന്നോട്ടെ, അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? ഇവിടെ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പെണ്ണും തെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ്? ഒരു പൊളിറ്റീഷ്യനാണ്. പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ്? കോൺഗ്രസ് ഏതാണ്? MLA ഏത് പാർട്ടിയാണ്? കോൺഗ്രസിനാണ്. ആ കോൺഗ്രസിന് വേണ്ട അയാളെ എടുത്തു കളഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് മെനക്കെടുന്നത്? ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ആദ്യം മനസ്സിലാക്കണം. ഞാൻ കട്ട ഒരു CPM കാരനാ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാ. ഇന്നവരെ മാറി ഒന്ന് ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ, അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോ എനിക്കൊരു മതമോ ജാതിയോ ഇല്ല. ഏതൊരു പുരുഷനും പീഡനം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടാൽ, പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഞാൻ അവർക്ക് വേണ്ടി ഇടപെടും. ഒരു മാറ്റവുമില്ല, അത് ശക്തമായിട്ട് ഇടപെടും. അതിന് ജയിലിലല്ല, ഇനി എവിടെ പോകേണ്ടി വന്നാലും ഞാൻ കൃത്യമായിട്ട് ഇടപെടും. അതിനൊരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ചെയ്തത് തെറ്റെന്താണ്? ഒരു തെറ്റെന്ന് പറഞ്ഞുതരാമോ? അദ്ദേഹം ശരിയായിട്ടുള്ള ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതാണ് എന്ന് രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്നാണ് ചോദിച്ചാൽ, രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റാണ് പോലീസ് ഇന്ന് എഴുതിക്കൊണ്ട് കൊടുത്തത് കോടതിയിൽ. ശരി, പോയി കിടക്കട്ടെ, 14 ദിവസം എന്നാണ് കോടതി പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത ഈ മാന്യനെ വിട്ടയക്കുന്നല്ല ഇന്ന് കോടതി പറഞ്ഞത്. പോലീസിന് ഇവിടെ മറയ്ക്കാൻ പലതും ഉണ്ടാവും. ഇപ്പൊ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിനെ ഇട്ടുകൊടുത്തതാണ്. അതാദ്യം മനസ്സിലാക്കണം. പതിയെ താങ്കളുടെ രാഷ്ട്രീയം നൈസായിട്ട് പുറത്തു വരുന്നു. CPM എന്നൊക്കെയാണ് താങ്കൾ അവകാശപ്പെടുന്നത് ഇപ്പോ. ശരി ശരി, നോക്കാം. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ശരി, ആർക്കറിയാൻ പാടില്ലാത്ത. ശരി ശരി, നിങ്ങൾ ഈ വക അതിക്രിയൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയിട്ടില്ല, നാളെയും തുടരും എന്ന് ഞാൻ പറയൂ. ശരി, ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.